എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരാൾ നമസ്കാരം. ഞാൻ ബിനിച്ചിൻ തോമസ്. എൻ്റെ കൂടെ ഒരു 3-4 പേരുണ്ട്. അവരെ കുറേ പേര് നിങ്ങൾക്കറിയാം, കുറേ പേരെ അറിയാമല്ല. എങ്കിലും ഞങ്ങളുടെ ഞായറാഴ്ചകൾ ഞങ്ങൾക്കൊരു പുതിയ ജോലി കിട്ടി. ആ ജോലിയെക്കുറിച്ച് കൂടുതൽ ഞങ്ങളൊന്ന് വിശദ വിവരങ്ങൾ പറയാം. ഒരു ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് നേരത്തെ അവരോട് ഇന്നത്തെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഒരു വീഡിയോക്ക് എല്ലാവർക്കും വളരെ ഹാർദമായ സ്വാഗതം. ഞങ്ങളുടെ ഞായറാഴ്ചകളിൽ ഞങ്ങളുടെ പരിപാടി ചെയ്തായിരുന്നു. കുറേ ആടിനെയൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. കൂടുതൽ വിശദ വിവരങ്ങൾ നമ്മൾ അങ്ങോട്ട് എന്ന് പറയുന്നതായിരിക്കും. അപ്പോഴത്തേ നമ്മുടെ കുറേ ആൾക്കാരെ പരിചയപ്പെടാം. അത് നമ്മുടെ പോളി. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ വീഡിയോ 3-4 പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. നമ്മുടെ അളിയൻ ടോമളിയൻ, ഇത് നമ്മുടെ സോനീഷ് സാറ്, പിന്നെ 2 പേര് വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെ നമുക്ക് പെട്ടെന്ന് പരിചയപ്പെടാം. അനീഷ് ഇവരിപ്പോ നമ്മുടെ ഈ പരിപാടിയെ കാണാൻ അല്ലേ വന്നതാണ് സംഭവം. അപ്പൊ ഞായറാഴ്ചകളിൽ നമ്മുടെ സോനീഷ് നമ്മുടെ പരിപാടി എന്താണ് സോനീഷ്? ഇതൊക്കെയാണ് പരിപാടി. അതായത് നമ്മുടെ ഉൾനാട്ടിൽ കട്ട് ചെയ്യുക. ഇത് നമ്മുടെ ഫാമിൽ നിന്ന്, പോളിയുടെ ഫ്രണ്ടിന്റെ ഫാമിൽ നിന്ന് അല്ലേ, ആ പുള്ളി ഗിഫ്റ്റ് തന്നതാണ്. ചില ആടിനെയൊക്കെ ഗിഫ്റ്റ്. വളിയൊന്നും മാറിക്കല്ലേ, അങ്ങോട്ട് കാണട്ടെ സംഭവങ്ങൾ. ഇത് കണ്ടിട്ടില്ലേ? വലിയ വിശാലമായ ഷോറൂം ഉണ്ട്. ഇതുണ്ട്, ഇത് വലിയൊരു ആട്, ഇത് വേറെണ്ണം, ഇത് 3, അത് 4 ഇവിടെ കിടക്കുന്നുണ്ടാ. അതിന്റെ ചങ്കം മാത്തങ്ങായും എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതായത് നമുക്ക് ഞായറാഴ്ചകളൊക്കെ നമ്മൾ അവധി കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ചില സമയങ്ങൾ നമ്മൾ മാനൊക്കെ പിടിക്കാൻ പോകണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങനെ നമുക്ക് ഈ പ്രാവശ്യം പോളിയുടെ ഫാമിലെ ഗിഫ്റ്റ് കിട്ടിയ ആടിനെ അപ്പോൾ നമ്മളൊരു 4 എണ്ണം നമുക്ക് തന്നെ തകരാം. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് അവർക്കും കൊടുക്കുകയാണ്. വന്നിട്ടുണ്ടോ അല്ലേ? ആവശ്യമില്ല. അതെ, അപ്പൊ അവർക്കും നമ്മൾ കൊടുത്തു വിടുകയാണ്. അപ്പൊ നമ്മൾ ഈ ആടിനെ എങ്ങനെയാണ് പിടിച്ചത്, അതിന്റെ എന്താണ്, എന്തെങ്കിലും നമുക്കൊന്ന് ഉണ്ടാക്കേണ്ട സോനീഷ് ഇതുകൊണ്ട് നല്ല പീസ് എടുത്ത് നമുക്ക് കറി വെക്കണം. നല്ല ഒന്നാമത്തെ ആടാണ്. 5-6 പേർക്കുള്ള കറികളെ. അതെ, നല്ല 3-4 പീസ് എന്തേലും എന്നാ സോനീഷ് നമുക്ക് മട്ടൺ സ്റ്റൂ എന്തെങ്കിലും. ഓക്കെ, നമ്മുടെ മകളെ നിർമ്മാണം, ആട് നിർമ്മാണം. ഈ ഭാഗം, ഇതിന്റെ ഈ റിപ്സിന്റെ ഭാഗം കട്ട് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. താഴോട്ടും കഴിച്ച് പൊളി, അടിപൊളി. പൊളി നേരത്തെ ഇങ്ങനെ ഉച്ചശോ പറഞ്ഞ് നിന്നിട്ടുണ്ടോ? കാരണം ഇതെങ്ങനെ എനിക്കുള്ളതായിട്ടുണ്ട്. അതിന്റെ നമ്മുടെ ഇന്നിതേ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് നല്ല നീറ്റായിട്ട് സംഭവം വെച്ചേക്കാണ്. ഇങ്ങനെ ഈ പറഞ്ഞ ഞങ്ങള് മാന്, ചില സമയങ്ങളിൽ പശുവിന്റെ കാല് ഇതൊക്കെ കിട്ടാറുണ്ട്. അതാണ് ഉൾഗ്രാമങ്ങൾ ഇറച്ചിമങ്കലിലാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടില്ല, ഇങ്ങനെ ആടിനെ 3 കിട്ടിയപ്പം അവർ ഗിഫ്റ്റ് തന്നപ്പോൾ നമ്മളിങ്ങനെ മേടിച്ചോണ്ട് വന്നതാണ്. ഇതെല്ലാം സംഭവം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇമാരുണ്ടല്ലോ, നമ്മളെ പഠിച്ച നാട്ടിൽ ഏറ്റവും നല്ല ആടിന്റെ സാധനമായിട്ട് ഇമാര് പോവാ. പോട്ടി നമ്മള് ഐസ് ബോക്സിൽ ഇട്ട് നമ്മള് 4 ആടിന്റെ പോട്ടി ഐസ് ബോക്സിൽ അവർക്ക് കൊടുത്തുവിട്ടു. നമുക്ക് വേണ്ടത്, നമുക്ക് സമയമില്ല പണിയാ. അതെ, ഇവര് സംഭവങ്ങളെല്ലാം എല്ലായിട്ട് ഒരു വണ്ടി ഇപ്പൊ ബൈക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഞായറാഴ്ചകളിൽ ഞങ്ങൾക്ക് ജോലി കിട്ടിയത്. കാരണം രാവിലെ തൊട്ടുള്ള പരിപാടിയാണ് ഈ പരിപാടി. ഇങ്ങനെ ഞാൻ കൂടുതൽ ചെയ്തില്ല, പക്ഷേ സോനീഷും ഒക്കെയാണ്, നമ്മുടെ പോളി എല്ലാം കൂടെയാണ് കൂടുതൽ ഇങ്ങനെ ഇതാക്കിയത്. ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ മാനും ഇങ്ങനെയുള്ള പശു ഇങ്ങനെ ഇടയ്ക്ക് നമുക്കിതിനെ കാളനൊക്കെ ഇടയ്ക്ക് കിട്ടും. അപ്പം പോളിയുടെ ഫ്രണ്ടിൻ്റെ ഫാമിൽ നിന്നാണ് നമുക്കിതിനെ ഇങ്ങനെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി പിടിച്ച് ഇതിനെ ക്ലീൻ ചെയ്ത് എല്ലാം ആക്കിയിട്ടുണ്ട്. ഈ നമ്മുടെ സോനീഷിൻ്റെ ഫ്രണ്ട്സ് അവർക്ക് 3 കൊടുത്തു വിടുകയാണ്. കാരണം നമുക്ക് ഇത്തരത്തിന് ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഇവിടെ കിട്ടും, ഉൾനാട്ടിൽ ഈ മാനും ഇതെല്ലാം കിട്ടും. അപ്പോൾ ഞായറാഴ്ചകൾ ഞങ്ങളുടെ ഒരു പരിപാടിയാണ്. അപ്പോൾ സുരേഷ് പറഞ്ഞ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം. നിർമ്മാണമോ മുതൽ നിർമ്മാണം ഓണക്കല്ല, ആടാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ആടിൻ്റെ എന്തെങ്കിലും നല്ലൊരു വിഭവം നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് പോളിയുടെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വീടിൻ്റെ അങ്ങോട്ട് ചെന്നിട്ട് പ്രവേശിച്ച് നല്ലൊരു സെറ്റപ്പ് ഉണ്ട്. അവിടെ ചെന്നിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ആട് സ്റ്റൂ. അപ്പോൾ നമ്മളെ പോളിയുടെ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് കുറച്ച്. ഇവിടെ പോളി അസാധ്യമായ ഒരു കൃഷിക്കാരനോടെയാണ്. അതെല്ലാം ജസ്റ്റ് ഒന്ന് കാണിക്കാം. കാരണം നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് തന്നെ കുറച്ചിടാം. വേറെ അകത്തോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, മസാല ഒഴിച്ച്. അപ്പോൾ ഏതായാലും നമുക്കിത് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ ചെറിയ സെറ്റപ്പൊക്കെ നമ്മുടെ പഴയ ടൂൾ ബോക്സും കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. കരിയാപ്പില, അതെ, ഇതുണ്ട്. ഇതാണ് കരിയാപ്പിലയുടെ കാര്യം പറഞ്ഞാൽ പോളി അസാധ്യ ഒരു കരിയാപ്പില. അതെ, മെൽബണിലുണ്ട് ഇത്രയും കരിയാപ്പില. ഇത്രയും വലിയ കരിയാപ്പ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. അതായത് പോളിക്ക് കരിയാപ്പിന്റെ ഒരു ഉദാത്തമായ കൃഷികൾ വരെ ഉണ്ട് അവിടെ. കണ്ടു, ഇഷ്ടം പോലെ. പിന്നെ നാരങ്ങ ചെറുനാരങ്ങയാണോ? നമുക്കത് മതി. ആ നാരങ്ങ അല്ലേ, പുറകെ നാരങ്ങ ഒക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഇവരാണ് നാരങ്ങ ഒക്കെ ചവറുപോണം കിടപ്പുണ്ട്. പുള്ളി പഠിച്ചു കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എന്ത് സാധനമുള്ള അകത്തോട്ട് പോകേണ്ട കാര്യമില്ല. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഈ പറമ്പിൽ തന്നെ ഉണ്ട്. നമുക്ക് ഏതായാലും നമ്മുടെ സാധനങ്ങളെല്ലാം പറിച്ചിവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളെല്ലാം
അപ്പൊ നമുക്ക് നമ്മള് കോഴിയുണ്ട് പുറകിലല്ലേ, കോഴീനെ വെട്ടി വെക്കണോ ഇതിന്റെ ആടിന്? മുട്ടയിടുന്ന കോഴി, പിള്ളേർ വളർത്തുന്ന കോഴിയല്ലേ? ഇത് കണ്ടോ കോഴിയുടെ കോഴിയൊക്കെ ജസ്റ്റ് കാണിക്കാം. സോനീഷ് സെറ്റപ്പ് ആകുന്ന കോഴി കുറെ. എത്ര കോഴിയുണ്ട് പോലെ? 8 അല്ലേ? മുട്ടയിടുന്നതാണോ? ഓ പിന്നെ ഈ ഓറഞ്ച് അസാധ്യം മധുരമാട്ടോ. ഇന്നാൾ ഞാനൊരു ട്രിപ്പ് വെച്ചപ്പോൾ ഇങ്ങനെ ഒരു ഓറഞ്ചിൻ്റെ കാര്യം പറയാം. പക്ഷേ ആ ഓറഞ്ച് ഞാൻ തെറ്റിദ്ധരിച്ച് അത് കഴിച്ചു. അതിന് ഭയങ്കര കയ്പ്പാണ്. പക്ഷേ അത് ഈ സാധനത്തിനുണ്ടല്ലോ സൂപ്പർ ഓറഞ്ചാണ്, ഒന്നും പറയാനില്ല. ചെറുതാണ് പക്ഷേ എങ്കിലും ഒരു നെല്ലിക്കയുടെ വലിപ്പമുള്ളൂ. പക്ഷേ സൂപ്പർ ഓറഞ്ചാണ്. ഈ ഓറഞ്ച് ഒന്ന് കഴിച്ചു നോക്കി. ഇത് കഴിച്ചിട്ടുണ്ടോ ചെറിയ ഓറഞ്ച്? സൂപ്പർ അല്ലേ? നല്ല മധുരം അല്ലേ? കാരണം ഞാൻ ഇന്നാളൊരു ട്രിപ്പ് വെച്ചപ്പോൾ ഇങ്ങനെ ഓറഞ്ച് എനിക്കൊരു സ്ഥലത്ത് കിട്ടും. പക്ഷേ അത് ഭയങ്കര പുളിയായിരുന്നു. ഇത് സൂപ്പർ സാധനം. ഇത് നല്ല മധുരം, വളരെ ചെറുതാ പക്ഷേ ടേസ്റ്റ് ഭയങ്കര അല്ലേ? അപ്പത്തേ നമ്മുടെ ഇറച്ചി പോരട്ടെ. ഇറച്ചിയായോ? ഒരു പുള്ളി നുറുക്കാം. ഇപ്പോഴാണ് നുറുക്കി വരുന്നത്. അനീഷ് നുറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിനാഗിരി ഒഴിച്ചു നുറുക്കി അയച്ചു തന്നെ കഴുകാനായിട്ടല്ലേ? അതിന്റെ കൂടെ കുറച്ച് നാരങ്ങ ഒഴിച്ചു കുളിപ്പിച്ചെടുക്കുവാണ്. അതെ. അപ്പത്തേ നമ്മള് കുക്കിംഗ് പതുക്കെ തുടങ്ങുകയാണ്. ഗ്യാസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇറച്ചിയെല്ലാം നല്ല കഴുകി നല്ല കൂട്ടമായിട്ട് അനീഷ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അനീഷ കുക്കിംഗ് ക്ലാസ് എടുക്കണം. ഇത് കുക്കിംഗ് ക്ലാസ് ആണെന്നല്ലോ. ആദ്യം നമ്മൾ ഉപ്പാട്ടോ. അതെ, ആദ്യം നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ്. അനാവശ്യത്തിന് ഇടരുത്. ആവശ്യത്തിന് പണി കിട്ടും. എന്റെ ആവശ്യം നിങ്ങൾക്ക് അനാവശ്യമാവോ? അത് കുഴപ്പമൊന്നുമില്ല. സവോള. നമ്മുടെ ആടിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും വേസ്റ്റ് ആയില്ല. മുതലെപ്പോഴൊക്കെ നമ്മൾ മടിച്ചു നിൽക്കുകയല്ലേ? നമ്മൾ എത്ര പെട്ടെന്ന് കുക്ക് ചെയ്ത് വീട്ടിൽ പോകണം. അതെ, അതാണ് നമ്മുടെ ലക്ഷ്യം. കമ്പ്രമത്തി വരുന്നതിന് നമ്മൾ വീട്ടിൽ ചെല്ലണം. ഇത് പോളിച്ചാത്തിന് വേണ്ടുമ്പോൾ ഒന്ന് ഓടിക്കല്ലോ. അതെ, എനിക്ക് എന്റെ വീട്ടിനുള്ള വരുന്നതിന് എനിക്കും വീട്ടിൽ ചെല്ലണം. കരിയാപ്പല ആവശ്യത്തിന് ഇഷ്ടംപടി കിടക്കുന്നുണ്ടോ? അതെ, അനാവശ്യത്തിന് ഉണ്ട്. അതുകൊണ്ട് പക്ഷേ അനാവശ്യം ആയിക്കോട്ടെ. വെളുത്തുള്ളി മുറിക്കാൻ നമുക്ക് ഇഞ്ചിയൊക്കെ മുറിച്ചു ഇടുക. അടുത്തത് നമ്മൾ ചെറിയ ഉള്ളി. ഇതെല്ലാം പോളി ഇവിടെ ഉണ്ടാക്കുന്നില്ല. ഒന്നും കടന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം പോളി ഇവിടെ തന്നെ. പുള്ളി ഞാൻ പറഞ്ഞ ഒരു കർഷകനാണ്. മസാല മേടിക്കാറില്ല, നാട്ടിൽ നിന്ന് കൊണ്ടുവരാ പുള്ളി. പിന്നെ വീണ്ടും ഒരു ഇച്ചിരി ഉപ്പ് കൂടെ അല്ലേ? ഒരു മേമ്പൊടിക്ക് ഇച്ചിരി ഉപ്പ് ഇടുന്നു. വീണ്ടും കുറച്ച് ഗരം മസാലയും പോളി ഗരം മസാല പൊടിച്ചാട്ടോ. മായ വന്നു ഇപ്പൊ സ്വന്തമായിട്ട് പൊടിപ്പിച്ച് അതന്നെ സാധനം. കുരുമുളക് പൊടി നമ്മൾ ഇതിന്റെ ഉണ്ടല്ലോ. ഇതിന്റെ ശ്രദ്ധിക്കണം, മല്ലിപ്പൊടി, മുളക് പൊടി, ഒരു മഞ്ഞപ്പൊടി പോലും നമ്മൾ ഇടുന്നില്ല. അതാണ് പ്രത്യേകത. നമ്മള് വെളുത്ത് സുന്ദരിയായിട്ട് നമ്മുടെ ആടിങ് വരും. അവനെ ഈ പരുവത്തിലാക്കി നല്ല ചവചവാന്ന് വെച്ചിട്ടുണ്ടോ? ചക്രയതിരം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് അടുത്ത കുറെ അരുതാഴികളും ചേർക്കാനുണ്ട് അല്ലേ? ഇനി നമ്മൾ കുക്കറിട്ട് വയ്ക്കുക. അതെ, വെളുത്ത സുന്ദരിയായ ആട്ടുംകുട്ടി. അതെ, വെളുത്ത സുന്ദരിയായ ആട്ടുംകുട്ടി. പിന്നെ നമ്മള് അടച്ച് നമ്മളെ വിശ്രമ ജീവിതത്തിലേക്ക് വിടുകയാണ്. ഒരു എത്ര വിസിലടിക്കണം? ആടാണ്ട് മതി. ചെറിയ പുതിയ കുക്കറാണ്. വിശ്രമ ജീവിതത്തിലേക്ക് അവനെ വിടുകയാണ്. വിശ്രമ ജീവിതത്തിലേക്ക് വിടുന്നതിന് ഒരു കാര്യം, ഒരു സാധനം ഇടാൻ മറന്നുപോയി. എന്താണ്? യെസ് നമ്മുടെ ഇപ്പോഴാണ് കാണുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ഇട്ട് നമ്മളെ അവനെ അങ്ങോട്ട് ഇച്ചിരി സുഗന്ധവ്യഞ്ജനം പോണൊക്കെ അല്ലേ? നല്ല ഗുണം ഉണ്ടാകും. ഒരു 2 ബെല്ലടിക്കുന്ന പേര് അല്ലേ? 2 മണി. അപ്പൊ ഒരു കാര്യം, അതുവരെ അതിനുപുറം നമുക്ക് ഇവർക്ക് കൊടുക്കാനുള്ള ആടിനെ മുറിക്കണ്ടേ? ഓക്കെ, എന്നാ അങ്ങോട്ട് പോയി ഇവർക്ക് മെൽബൺ കൊണ്ടുപോകാനുള്ള ആടിനെ മുറിച്ച് നമ്മൾ ഒരു സെറ്റപ്പ് ആക്കി ഒരു കൂടിനകത്ത് അടച്ചു കൊടുക്കണം. അപ്പൊ അതുവരെ അവനെ വിശ്രമിച്ച് വിട്ടിട്ട് നമ്മൾ നേരെ ആടിനെ മുറിക്കാൻ അകത്തോട്ടെ. അതെ, നമ്മള് ഇവർക്കുള്ള മെൽബണിലുള്ള ആടിനെ അല്ലേ കൊടുത്തുവിട്ടേക്കാം. നാലാട് വണ്ടി കയറണം. അപ്പൊ നമ്മള് ആദ്യമേ കാല് അല്ലേ, കൈ 2 തിരിക്കുക. കൈ 2 ഇതൊക്കെ ബുച്ചർ ക്ലാസ്, സ്പെഷ്യൽ ക്ലാസ് ആണ്. വെട്ടി മതി, ഒരു പീസാക്കി അത് നമ്മൾ അതിനകത്തോട്ട് കയറ്റുന്നു. അടുത്ത പീസ് ഇത് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്യാൻ അടിപൊളി സാധനം കേട്ടോ. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിർത്തി പൊരിക്കുക അവനെ വേണമെങ്കിൽ. ഇടയ്ക്ക് കുക്കർ ഊന്നുണ്ടോന്ന് കൂടെ നോക്കണം കേട്ടോ. കുക്കർ ഊന്നില്ല, നോക്കുന്നുണ്ട്. അവനെ മുറിച്ച് നമ്മള് വെട്ടുന്നു. പൊളി അവനെ. അപ്പൊ അവസാനത്തെ കാലും നമ്മളിങ്ങനെ മുറിക്കുകയാണ്. ക്രിക്കറ്റ് കളി മാത്രമല്ല കേട്ടോ, ഇത് സംഭവങ്ങളെല്ലാം എല്ലാ പണിയും അറിയാം. ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞപ്പോ എല്ലാ പണിയും പിടിച്ച് കണ്ടില്ലേ? അങ്ങനെ മുറിച്ച് അങ്ങനെ അടുത്തത് നമ്മൾ അങ്ങനെ മുറിക്കാൻ പോകണം കേട്ടോ. ഇത് കണ്ടില്ലേ, പോളിയുടെ കറിവേപ്പിൽ നിൽക്കുന്നതാണ്. ഇത് ഈ സമയം വിൻ്റർ ആയതുകൊണ്ടാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഈ സാധാരണ നമ്മുടെ ഇവിടെ നിന്ന് ഞാൻ ഇത്രയും കറിവേപ്പില്ല പല വീട്ടിലൊക്കെ കാണും. പക്ഷേ നമ്മുടെ ഇവിടങ്ങളിൽ അധികം ഇച്ചിരി തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കറിവേപ്പിൽ പിടിക്കില്ല. പക്ഷേ പോളിയുടെ മുട്ടിനെ കിളിച്ച് നിൽക്കുകയാണ്. ഒത്തിരി പേര് എല്ലാവരും ഇവിടെ വന്നാണ് കൊണ്ടുപോകുന്നത്. കണ്ടില്ലേ, കറിവേപ്പില ഏറ്റവും മലയാളിയുടെ ഏറ്റവും
ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു സാധനമാണല്ലോ കറിവേപ്പില എന്ന് പറയുന്നത്. കാര്യം നമ്മൾ വലിച്ചെറിയുക എന്ന് പറഞ്ഞാലും കഴിച്ചിട്ട് അതിൻ്റെ ഒരു ഗുണം വേറെ തന്നെയാണ്. അപ്പം ഉണ്ടല്ലേ കറിവേപ്പില ഉണ്ടല്ലേ, ഓസ്ട്രേലിയയിൽ കറിവേപ്പില നല്ല രീതിയിൽ തന്നെ വളരും കേട്ടോ. ഗ്യാസ് ഒന്നടിച്ചു, ഇനി ഒന്നുകൂടെ വന്നാൽ ചെറിയ ആടായോണ്ടേ രണ്ടു മതി. നല്ല കിളും ആടായതുകൊണ്ട് മണം ഇപ്പഴേ വരുന്നുണ്ടല്ലേ, ജലദോഷം മാറി അടിച്ചാണ്. അപ്പൊ നമ്മുടെ ഒന്നടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ കടക്കും. കുറെ നമ്മുടെ തേങ്ങാപ്പാല് അതൊക്കെ വെച്ചിട്ടുണ്ട്, പുട്ടിവർക്കുകളെല്ലാം ചേർക്കണം. പക്ഷേ കാഷ്യൂനട്ട് അത് അരച്ച് ചേർക്കാനുണ്ട്, അതൊക്കെ അവസാനം നമുക്ക് ചേർക്കാം അല്ലേ. നമ്മൾ എണ്ണ ചൂടാകാൻ വേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇച്ചിരി കടുക് പൊട്ടി. ഇടയ്ക്ക് ഗ്യാസ് ഒന്ന് തീർന്നാൽ ഇത്ര താമസിച്ചു വന്നേ. അതെ, ഗ്യാസ് മാറ്റി. നമ്മുടെ ഗ്യാസ് അല്ല, അതിന്റെ ഗ്യാസ് തീർന്നില്ല, ഇന്നാൾ പറഞ്ഞ കണക്കല്ലേ. അതെ അതെ, നമ്മുടെ ഗ്യാസ് അല്ല. അതെ. അപ്പോഴേ നമ്മുടെ എണ്ണ എല്ലാം എണ്ണ തിളച്ചു കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി കുറച്ച് കടുക് ഇടുക. കുറച്ച് കടുക് പട്ടപ്പടപടാന്ന് പൊട്ടുന്നു, ടിഷ്കു ടിഷ്കുന്നായിരുന്നു പൊട്ടുന്നു. പിന്നെ കറിവേപ്പില അന്നേരം ടിഷ്കു ടിഷ്കു നമ്മൾ അത് ഇടുന്നു. പിന്നെ തക്കാളി വേണ്ട സാധനം, തക്കാളി നമ്മൾ കാഷ്നട്ടില്ലേ അത് അരച്ച് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അതൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്, എങ്കിലും ഒരു ടേസ്റ്റ് കൂടും. നല്ലൊരു കൊഴുപ്പ് വരണം. അതെ അതെ. അപ്പോൾ നമ്മുടെ സാധനം ഈ പരുവത്തിലായി വന്നിട്ടുണ്ട്. നല്ല കുരുമുളക് നമ്മൾ ഇട്ടതിനകത്തോട്ട് അല്ലേ അങ്ങോട്ട് വെക്കുന്നു. അടിപൊളി. ഒന്നും കളയാനില്ല, ആടിന്റെ ഒന്നും കളയാൻ പറ്റില്ല, മണം വരുന്നുണ്ടല്ലേ. ആടിനെ എന്തെങ്കിലും കളഞ്ഞ നാട്ടിൽ നിന്ന് കാരണവന്മാർ തരൂ. അതെ 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 അതെ. അപ്പോൾ നമ്മുടെ ഈ പരുവത്തിലാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. തേങ്ങാപ്പാൽ അതിനകത്തോട്ട് നല്ല രീതിയിൽ ഒഴിക്കുന്നു. അപ്പോൾ നമ്മുടെ ആട് ഈ പരുവത്തിലായിട്ടുണ്ടല്ലേ. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ആട്ടിൻകുട്ടി പിന്നെ ഇച്ചിരി ഒഴിക്കുകയാണ് തേങ്ങാപ്പാല്. കൊഴുപ്പിനുണ്ട് ഈ തേങ്ങാപ്പാലിനകത്ത് നമ്മൾ കാഷ്നട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്, കൊഴുപ്പ് കൂടാൻ വേണ്ടി. അതെ അതെ. കരിയാപ്പല പിന്നെ പോളിയുടെ വീട്ടിൽ ഒത്തിരി ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ കരിയാപ്പല കുറച്ചുകൂടി ഇടും. അതെ, ഇവിടുന്ന് ഇഷ്ടംപോലെ പറിക്കാമല്ലോ. അതെ അതെ അതെ. അപ്പോൾ കറിവേപ്പില ഇഷ്ടമാണ്. കൊല വെട്ടുന്നില്ല, കൊല വെട്ടിക്കൊണ്ടു പോവാ. അപ്പൊ എങ്ങനെയുണ്ട് രുചി കണ്ടു നോക്കി സുനേഷ്? പൊളിയാണോ? കുറച്ച് ഉപ്പും കൂടെ ആവാം. അതോ നമ്മുടെ നിർമ്മാണം ഓർക്ക് തന്നെയാണോ? നിർമ്മാണം അടിപൊളിയല്ലേ? നിർമ്മാണം അടിപൊളിയാണ്. ആദ്യമായിട്ട് കഴിക്കുന്നോണ്ട് നമുക്ക് നിർമ്മാണം കഴിച്ചപ്പോ ഒരു ടേസ്റ്റ് വ്യത്യാസം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. നല്ല സ്റ്റൂ, അടിപൊളി സ്റ്റൂ ഉണ്ടല്ലോ, നല്ല കടകടാന്നിരിക്കുന്നല്ലേ. അടപ്പിടിച്ചോ? അടപ്പൊന്ന് മൂടി എത്ര നേരം നമുക്ക് വെക്കണം? വീണ്ടും റെസ്റ്റ് ഒരു 15 മിനിറ്റ് ഒന്ന് തിളയ്ക്കുന്ന വരെ, വെട്ടി തിളയ്ക്കുന്ന വരെ അല്ലേ. അതെ, ബ്ലൂളാന്ന് വെച്ച് വെക്കുമ്പോൾ നമ്മൾ നിർത്തും അല്ലേ. ഓക്കെ, നമുക്ക് മട്ടനോട് കഴിക്കാൻ എന്താണ് സംശയം? ബ്രെഡ്. പണ്ടൊക്കെ ഇത് കൂടെ ഒരു സാധനം കിട്ടുമ്പോഴല്ലോ നമുക്ക് എന്റെ ടേസ്റ്റ്. ഇപ്പോഴത്തെ പിള്ളേരല്ലോ നേരെ കോഴിക്കോട്ടിലോട്ടാ അറിയല്ലേ. ആ ഭാഗത്ത് ആരും കഴിക്കില്ല. എനിക്ക് ആദ്യത്തെ ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെ അതെ അതെ. കമത്തോട് നമ്മൾ പറഞ്ഞോണ്ടിരുന്ന സംഭവം. ഈ ബ്രെഡ് വെച്ച് നമ്മൾ മട്ടൻ സ്റ്റൂ കഴിക്കും. മട്ടൻ സ്റ്റൂ എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം അല്ലെ. ഏകദേശം തിളച്ചു തുടങ്ങി, പൊക്കി നോക്കി കുളുകുളാന്ന് വെച്ചാൽ വരുന്നുണ്ട്. ആ പൊളി 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 സൂപ്പർ സാധനം, അടിപൊളി. ഇവിടെ സ്പൈസസ് നമ്മളിവനെ തുറന്ന് കുറച്ചും കൂടെ വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പൈസസ് ഇടുവാണേ. അപ്പൊ അതിന്റെ ആ ഉളുമ്പ് വല്ലതും ഉണ്ടെങ്കിലും, ഒരിക്കലും ഇല്ല ഉണ്ടെങ്കിൽ ആ ആവിയിൽ തന്നെ പുറത്തു പോക്കോളും. അപ്പൊ നമ്മൾ സ്പൈസസും കൂടെ ചേർത്തു. ഇനി ഇങ്ങനെ തന്നെ നിൽക്കുക. അടുപ്പ് മാറ്റി ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ ഒരു പാത്രത്തിലൊരു വെള്ളം. അപ്പോൾ നമ്മുടെ ആടെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സാധാരണ അപ്പമാണ്, പക്ഷേ അപ്പത്തിന് വരിപ്പം നമ്മൾ ബ്രെഡാണ് എളുപ്പത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ. എല്ലാം കൂടെ നടക്കാത്തതുകൊണ്ട് അതെ, അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ആട് റെഡി ആയിട്ടുണ്ട്. നല്ല കിടുക്കാച്ച ആട്. എന്നാ സാധനം എന്നെ പോകുന്നത് സാറേ, സുന്ദരിയായ ആട്ടും. അതെ, നമ്മൾ ആട് സുന്ദരിയായ ആട്ടുംകുട്ടി വെളുത്ത് നല്ല കിടക്കാച്ച. നമുക്ക് കിട്ടിയപ്പോഴും ആടിന് വെള്ള കളറായിരുന്നല്ലേ. അതെ, ഇപ്പോഴും ആട് വെള്ളം പറ്റിയിട്ടില്ല. അപ്പോൾ അടിപൊളി സ്റ്റൂവും നമ്മളെ നല്ല ബ്രെഡും ഇത് മൂക്കി നമുക്കൊന്ന് ചെറുതായിട്ട് നടിച്ചാലോ. സോറി, നമ്മുടെ കൊല എടുക്കാൻ പോയ പുള്ളിയെ കാണുന്നില്ലല്ലോ. കൊലയും കൊണ്ടുവന്നേ പൊളി വെട്ടി ആള് അടിപൊളി സാധനം. ഇത് സാധനം നല്ല പൂങ്കോല. അടിപൊളി. അങ്ങനെ കാലാവസ്ഥയിലാണ് ഈ കളറ് നല്ല വെള്ള കളർ തന്നെ അല്ലേ അല്ലേ. ഇതിപ്പോ പച്ചയായി, നല്ല തണുപ്പല്ല അതുകൊണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ഉണ്ടാവുന്നുള്ളതല്ലേ തെളിവ്. അല്ല, കഴിഞ്ഞ വർഷം കിട്ടിയ 15 കിലോ ഉണ്ടായിരുന്നു. മിൽപാർക്കിലുള്ള ഗിഫ്റ്റ് ആണ് അതെല്ലാം. ഇല്ല, ഇതൊക്കെ ഓണത്തിന് ഞങ്ങൾക്ക് ഇല്ല, കൂടെ ഞങ്ങളുടെ അസോസിയേഷനിൽ ചിപ്സ് ഉണ്ടാക്കാനാ ഫസ്റ്റ് പ്രൈസ് ഉണ്ടാക്കിയിട്ട് പറയുമല്ലോ കേട്ടോ. ആണ് മുടി കഴിച്ചല്ലേ. അപ്പൊ നമുക്ക് നല്ലൊരു കഴിച്ചു നോക്കാം. ഏതായാലും എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെയുണ്ട് സംഭവം.
എങ്ങനെയുണ്ട് എനിച്ചേ സംഭവം? നല്ലതല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി. സൂപ്പറാണോ? അടിപൊളി. നാളെ കുറച്ച് വെച്ചാൽ കിട്ടാം. അങ്ങനെയാണ് ഞാനും ഒന്ന് കഴിച്ചോ. ടേസ്റ്റ് നിങ്ങളുടെ ടേസ്റ്റ് ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് ഞങ്ങൾ നോക്കുന്നുണ്ട്. ഇങ്ങനെ വീട്ടിൽ പോയി ഉണ്ടാക്കുമ്പോൾ ഈ രുചി കിട്ടുന്നില്ല. അതൊരു പിടുത്തവും കിട്ടുന്നില്ല. അറിയാതെ. അറിയാം. അപ്പൊ നമ്മുടെ ഇച്ചിരി ബ്രെഡ് എടുക്കുന്നു. ഇച്ചിരി എടുക്കുന്നു. ഇത് കണ്ടല്ലേ ഓരോ പീസ് അടിപൊളി. ഇത് കണ്ടോ ഓരോ ചെറിയ ബ്രെഡ് പീസ്. അപ്പം ഒന്നുമില്ല ഈ പറഞ്ഞ ഇടിയപ്പം അപ്പവും ഇല്ല. പക്ഷെ അന്തസ് അടിപൊളി. അടിപൊളിയല്ലേ? കോഴി വരം കോഴി. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞായറാഴ്ചകളിൽ, അതായത് മാസത്തിൽ ഒരിക്കൽ 2 മാസം കൂടുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികളുണ്ട്. ആടിനെ പിടിക്കുകയോ മാനെ പിടിക്കുകയോ അല്ലേ, എന്തെങ്കിലുമൊക്കെ പരിപാടി. അപ്പം ഞങ്ങളൊക്കെ ജോലിയാണ് ഞങ്ങളുടെ ഇതെന്ന് വേണമെങ്കിൽ പറയാം വീക്കെൻഡിൽ. അപ്പം മെൽബോണിൽ നിന്ന് വന്ന നമ്മുടെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർക്ക് ഒരായിരം നന്ദി പറഞ്ഞു. നമ്മുടെ വീഡിയോക്ക് അത് ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? അങ്ങനെ വളരെ സന്തോഷം. പിന്നെ നമ്മുടെ പോളി, പിന്നെ നമ്മുടെ സംവിധായകൻ അങ്ങനെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.